ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വലിയ എഫേർട്ട് ഒന്നും എടുക്കാതെ തന്നെ ഒരു ഗെയിമിൽ, അതായത് ബിഗ് ബോസ് പോലൊരു ഗെയിമിൽ എങ്ങനെ മുന്നിൽ വരാമെന്നും ജയിക്കാമെന്നും ഒരു പ്രമുഖ താരം തെളിയിച്ചിരിക്കുകയാണ്. ആരാണത്? മറ്റാരുമല്ല, പ്രമുഖ നടിയും നർത്തകിയും മോഡലും ഗായികയും എയർ ഹോസ്റ്റസും നഴ്സും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും എഞ്ചിനീയറുമായ നമ്മുടെ രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരത്തിന്റെ ചില നമ്പറുകൾ. ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ചില നമ്പറുകളാണ് രേണു സുധി ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ ദയനീയ കാഴ്ച നമ്മൾ കണ്ടതാണ്. രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു. അതായത് ഏവരും മോശം പ്രകടനമെന്ന് മുദ്രകുത്തി ഈ പ്രമുഖ താരത്തെ ജയിലിലേക്ക് തള്ളിയിരിക്കുന്നു. എന്നാൽ ജയിലിൽ കിടന്ന ഒരു പ്രമുഖ താരം പറയുന്നത് താൻ ഫ്ലവർ അല്ല, ഫയർ ആണ്. എങ്ങനെയാണ് താൻ ഫയർ ആവുന്നത്? അതാണ് ആരെയും ഞെട്ടിക്കുന്നത്. അതായത് താൻ ഏറ്റവും മോശം പ്രകടനക്കാരിയാണെന്ന് കരുതി ജയിലിലടച്ചാൽ പോലും എങ്ങനെ ജനപിന്തുണ കൂട്ടണം, അല്ലെങ്കിൽ എങ്ങനെ വോട്ടിങ്ങിൽ മുന്നിലെത്തണം എന്നുള്ള ഒരു മൈൻഡ് ഗെയിം സെറ്റ് ചെയ്തിട്ട് ജയിലിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ പ്രമുഖ താരമായ രേണു സുധി. സോ എന്തൊക്കെ അപരാധങ്ങളാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഹലാക്കല ഷോയിൽ ഇന്നലെ ഉണ്ടായത്? ഒപ്പം തന്നെ ഇന്ന് ആരാണ് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുന്ന ആ ഒരു പ്രമുഖ മത്സരാർത്ഥി? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഈ റിയാക്ഷൻ നിർത്തിയതിനു ശേഷം നമ്മൾ പഴയ പോലുള്ള വീഡിയോ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇനിമേ എന്ത് അനിഷ്ട സംഭവമാണ് ഇന്നലെ ഉണ്ടായത്? വരട്ടെ. കൽപ്പന ചേച്ചി സുധിച്ചേട്ടനെ കാണുന്നുണ്ടല്ലോ. അല്ലേ 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 ആ ഒരു മൈൻഡ് ഗെയിം എന്ന് ആലോചിച്ച് നോക്കുക. താൻ മോശം പ്രകടനത്തെ തുടർന്ന് ജയിലിലാവുമെന്ന് ഉറപ്പായപ്പോൾ ആ ഒരു കോട്ടം എങ്ങനെ നികത്താം, വോട്ടിങ്ങിൽ എങ്ങനെ മുന്നിൽ വരാം, ജനപിന്തുണ എങ്ങനെ കൂട്ടാമെന്നുള്ള ഒരു വലിയ തന്ത്രമാണ് പ്രമുഖ നടി ഇവിടെ മെനഞ്ഞിരിക്കുന്നത്. സുധിച്ചേട്ടനെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഇപ്പോ സുധിച്ചേട്ടൻ മാത്രമല്ല, പ്രമുഖ നടി മൺമറഞ്ഞു പോയ കൽപ്പന എന്ന് പറയുന്ന പ്രമുഖ നടിയെ കൂടെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഈ ആർമിക്കാരുടെയും ആരാധകരുടെയും പിന്തുണ മാത്രമല്ല, രണ്ട് ആത്മാക്കളുടെ പിന്തുണ കൂടി ഈ താരത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതായത് നിരന്തരമായി സുധിച്ചേട്ടനെ വിളിച്ച് ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത്, ഇൻ കേസ് സുധിച്ചേട്ടൻ ഇനി കാണാതെ പോവുകയാണെങ്കിൽ പോലും ഇതൊക്കെ കാണണം എന്നുള്ള രീതിയിൽ ഒരു സന്ദേശമാണ് രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരം നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരെ പോലും അമ്പരപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പ്രമുഖ താരം അവർ എടുത്തിരിക്കുന്നത്. ഒരു ഭാഷയിലും ഒരാളും എടുക്കാത്ത അത്യുഗ്രൻ ഒരു സ്ട്രാറ്റജി ഇറക്കി വോട്ടിംഗിൽ ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിൽ ഏറ്റവും വോട്ടിംഗിൽ മുന്നിലെത്തുന്ന, കരച്ചിൽ നാടകം നടത്തി രേണു ചേച്ചി അട്ടിമറിക്കാൻ ശ്രമിച്ച അനുമോളയെ പോലും പിന്തള്ളിക്കൊണ്ട് ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ താരമാണ്. അങ്ങനെയെങ്കിൽ ആരാകും കൊച്ചിയിലേക്ക് പോവുക? അത് മറ്റാരും 80% ഇന്ന് കൊച്ചിയിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത് ബിൻസി എന്ന് പറയുന്ന ആർജയാണെന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 100% ഉറപ്പിച്ച് പറയാനായിട്ടില്ല. മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യ എയർലൈൻസിൽ ആർജെ ബിൻസി കൊച്ചിയിലേക്ക് മടങ്ങും. ഒരുപക്ഷെ അത് ശൈത്യമായി മാറിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ മറ്റു താരങ്ങളും നമ്മുടെ പ്രമുഖ നടിയും 100% അവിടെ സേഫാണ്. ഈ ഒരു അവസരത്തിൽ രേണു സുധിയുടെ ആ ഒരു സ്ട്രാറ്റജി വിശ്വസിച്ച് അതിൽ വീണ് വോട്ടുകൾ നൽകിയ, നിരവധി വോട്ടുകൾ വാരിക്കോരി നൽകിയ മണ്ടന്മാരും വിഡ്ഢികളുമായ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വരട്ടെ. എന്താ ഞാൻ ഉള്ളുകൊണ്ട് പറയാ, പറഞ്ഞു പോയതല്ല. വളരെ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി. അല്ല തങ്കപ്പച്ചേട്ട, വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ സംശയം. ഈ ഒരു സ്ട്രാറ്റജി ഇത് വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്ന? സുധിച്ചേട്ടനെ വിളിച്ച് കരയുകയും വിളിക്കുകയും സന്ദേശങ്ങൾ കൈമാറുന്നതൊക്കെ, ഇതൊക്കെ വിശ്വസിച്ച് നമ്മൾ വോട്ട് കൊടുക്കട്ടെ? ഇതൊക്കെ സത്യം തന്നെയല്ലേ? എന്താ അഭിപ്രായം? ഇതെല്ലാം നുണയാണ്, കള്ളമാണെന്നുള്ള ഞങ്ങൾക്കറിയാം. എല്ലാം നുണയാണ്, കള്ളമാണെന്നുള്ള ഞങ്ങൾക്കറിയാം. അതാണ്. താങ്ക് യു. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് അനുമോളുടെ കരച്ചിൽ നാടകം. ജിസേലിനെ അടിക്കാൻ ഓങ്ങുന്ന അനുമോൾ, അതിനുശേഷം
ജിസേലിനെ പിടിച്ചു തള്ളിയിട്ട് തറയെ കിടന്ന് കരഞ്ഞു കൂകി വിളിക്കുന്ന, അതായത് ഏറ്റവും വലിയ സ്ട്രാറ്റജി താനാണ് ഇറക്കുന്നത്. കരച്ചിൽ നാടകത്തിൽ മുൻപ് ആരും ചെയ്തിട്ടില്ലാത്ത സ്ട്രാറ്റജി പുറത്തെടുത്തുകൊണ്ട് അനുമോൾക്ക് മറ്റൊന്നും പുറത്തെടുക്കാനില്ല. കരഞ്ഞ് മെഴുകിക്കൊണ്ട് വോട്ട് കൂട്ടാൻ ശ്രമിക്കുന്ന അനുമോളെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേണുസുതി എന്ന പ്രമുഖ താരം തന്നെയാണ്. അതിന് വെറും 2 വാക്കുകൾ മാത്രമാണ് പ്രമുഖ താരത്തിന് വേണ്ടി വന്നത്. മാത്രമല്ല ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റാരെയും കടത്തി വെട്ടിക്കൊണ്ട് റീൽസിലെ താരമായി രേണുസുതിയുടെ ചില ബിഗ് ബോസിലെ സന്ദർഭങ്ങൾ മാറിയിരിക്കുന്നു. അത്തരത്തിൽ ഒന്ന് നമുക്ക് കാണാം. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, 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 കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഇനി ബിഗ് ബോസിൽ ഈ രീതിയിൽ വലിയ അടികൾ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ റിയാക്ഷൻ വ്ലോഗേഴ്സിന്റെ ഇടയിൽ വലിയ രീതിയിൽ അടിയുണ്ടാക്കുന്ന 2 പ്രമുഖ യൂട്യൂബേഴ്സിനെ ഇവരെ കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റിയാക്ഷൻ വ്ലോഗേഴ്സിനെ റിയാക്ഷൻ ചെയ്യേണ്ടെന്ന് ഞാൻ കുറച്ചു കാലം മുമ്പേ തീരുമാനിച്ചതാണ്. അവർ നമ്മുടെയൊക്കെ അതേ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്താ പറയാത്തതെന്നൊക്കെ ചിലര് കമന്റുകൾ ചെയ്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രമുഖ വ്യക്തികൾക്ക് വലിയൊരു ആദരം നൽകാൻ തയ്യാറാവുകയാണ്. അതായത് നന്മ മരങ്ങളാവാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന താനാണ് ഏറ്റവും മികച്ച നന്മ മരമെന്ന് പ്രേക്ഷകരോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മത്സരിക്കുന്ന 2 പ്രമുഖ വ്യക്തികൾ വരട്ടെ. 1 by 1 ആയിട്ട് കൊടുക്കാം. നല്ലൊരു കൈയടി. ഇവരെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കൈസ് എന്ന് പറയുന്ന ഈ പ്രമുഖ യൂട്യൂബർ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ കുറിച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ മൂപ്പൻ സ്ലോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂപ്പൻ നമ്മളെ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നേരിട്ട് അഭിനന്ദിച്ചിട്ടേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് എന്റെ വീഡിയോസിന്റെ താഴെ, ഈ സർക്കാസ്റ്റിക് വീഡിയോസിന്റെ താഴെ പുള്ളി കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയാ, നമ്മൾ കളിയാക്കുന്ന കാട്ടുതീ സിജോ ആണെങ്കിലും നമ്മുടെ സായി കൃഷ്ണ, കാണാൻ സായി ആണെങ്കിലും ഒരുപാട് പേര് നമ്മളെ നേരിട്ട് അഭിനന്ദിച്ച വ്യക്തിയാണ്. സമ്മർ മീഡിയ ഒത്തിരി ചാനലുകൾ. അപ്പൊ അത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് ഇവരെ ഒന്നും നമ്മൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവരെ കുറിച്ച് ഒന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവും? എന്താണ് ഇവര് നന്മമരങ്ങളാണോ? എന്താ പറയാനുള്ളത്? എന്നാ നന്മവരാ സോഷ്യൽ മീഡിയയിൽ അല്ലെ ഇതുപോലെ ഫോൺ എടുത്തു വെച്ചോണ്ട് അങ്ങ് കയറി ഇരുന്നിട്ട് എല്ലാം ഞാൻ തകഞ്ഞവനാണ് ഒരിക്കലും ആരും കരുതരുത്. അയാളാരാ? അയാളൊരു യൂട്യൂബറേ ഉള്ളൂ. ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത്. ഈ പറഞ്ഞ യൂട്യൂബർ വെറും മികച്ചായ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതട്ടെ. താങ്ക് യു. അപ്പോ ആ ഒരു വിഷയം ക്ലിയർ ആയിട്ടുണ്ട്. ഇവ ഇന്നലത്തെ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. ഇതിൽ കൂടുതലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇനി എവിക്ഷൻ ആരാണെന്നുള്ള കാര്യം വൈകിട്ട് അത് കൺഫേം ആവുകയാണെങ്കിൽ ആ ഒരു പ്രമുഖ താരം ആരാണെന്നുള്ളത് നമ്മൾ പുറത്തു വിടുന്നതായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക. മിക്കവാറും അത് RJ ബിൻസി ആയിരിക്കും, അല്ലെങ്കിൽ ശൈത്യ ആയിരിക്കും. ഒരിക്കലും നമ്മുടെ പ്രമുഖ താരമായ രേണുസുതി ഈ അടുത്ത കാലത്തൊന്നും ബിഗ് ബോസിൽ നിന്നും വിട പറയുമെന്ന് ആരും ഭയക്കേണ്ടതില്ല. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.